പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചവനായ ഈ യേശുവിനെ തന്നെ. ഞാനാണ് യേശുവിനെ ക്രൂശിച്ചത്, എന്റെ പാപങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നുള്ള തിരിച്ചറിവിലുള്ള പാപബോധത്തിൽ നിന്നുള്ള ആഴമായ അനുതാപത്തിൽ നിന്നുള്ള പൊട്ടിക്കരച്ചിലാണ് അവിടെ വിഷയം. അവർക്ക് ആശ്വാസം ലഭിക്കും, അവർക്ക് മാത്രമേ ആശ്വാസം ലഭിക്കുകയുള്ളൂ. അപ്പൊ അനുതാപത്തിന്റെ കണ്ണീരില്ലാതെ ആരെങ്കിലും ഒരാൾ ദൈവസഭയിലേക്ക് കടന്നു വന്നാൽ അവർ വാസ്തവത്തിൽ ഒരു ഫ്യൂട്ടിലിറ്റിയിലാണ്, ഒരു വ്യർത്ഥതയിലാണ് ജീവിക്കുന്നത്. അനുതാപത്തിന്റെ കണ്ണുനീർ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പാപത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതേപോലെയുള്ള ഒരു അനുതാപവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ഓരോ ഭാഗത്തിനും പല ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പല ഫേസസ് ഉണ്ട്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രമേ യേശുവിനെ വിമോചകനായും രാജാവായും അംഗീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതേപോലെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാലും ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിച്ചാലും പിന്നെയും ഞാൻ ഈ ആത്മീയ ദാരിദ്ര്യം സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ആത്മീയ ദാരിദ്ര്യം സൂക്ഷിക്കുമ്പോഴാണ് കൂടുതൽ യേശുവിനാൽ നിറയുവാനും കൂടുതൽ യേശുവിന്റെ കൃപയെ അനുഭവിക്കുവാനും യേശുവിന്റെ രാജ്യത്വം എന്നിൽ പൂർണ്ണമാകുവാനും. കർത്താവ് പറഞ്ഞു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പ്രത്യേകത, സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ, ആ പൂർണ്ണതയിലേക്ക് കയറണമെങ്കിൽ വീണ്ടും എപ്പോഴും ഞാൻ ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ലവോദിക്ക സഭയ്ക്കും മറ്റും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവിന് അവനെ സഹായിക്കാൻ കഴിയാതെ വരുന്നു. അപ്പൊ നമ്മെ സഹായിക്കാൻ കർത്താവ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കണ്ടന്റ് ആണെങ്കിലോ, നമ്മൾ സംതൃപ്തനാണെങ്കിലോ, കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ശരിക്കും ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തനായിരിക്കണം. ഒരു അമേരിക്കൻ പ്രോവർബ് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, എ കണ്ടന്റഡ് മൈൻഡ് ഈസ് എ കണ്ടിന്യൂവൽ ഫീസ്റ്റ്. സംതൃപ്തമായ മനസ്സ് ഒരു തുടർമാനമായ ഉത്സവമാണ്, ആഘോഷമാണ്. ശരിക്കും നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ സംതൃപ്തരാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് റെസ്റ്റാണ്, ആശ്വാസമാണ്. എന്നാൽ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ഇനിയും പ്രാപിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ ലാക്കിങ് ഫീൽ ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും ഇനിയും പ്രാപിക്കുവാനുള്ള ഒരു മോഹം നമ്മിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ, അതാണ് വാസ്തവത്തിൽ ആത്മാവിലെ ദാരിദ്ര്യം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ മാത്രമല്ല, വീണ്ടും അത് സൂക്ഷിക്കണം എന്ന് ഞാൻ പറയാനായിട്ട് കാരണം. ഇതേപോലെ തന്നെ കരച്ചിലും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ആ ദൈവിക ഭരണത്തില് ശരിയായ നിലയിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, സപ്പോസ് ഏതെങ്കിലും നിലയിൽ പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അപ്പോഴൊക്കെ നമ്മുടെ കരച്ചിലായിട്ട് അത് മാറണം. കാരണം ഒരിക്കൽ ആസ്വാദനം ലഭിച്ചിട്ടും യേശുക്രിസ്തുവിന്റെ പാപക്ഷമയുടെ അർത്ഥം ഗ്രഹിച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു പാപത്തിൽ വീണു പോയാൽ, പാപം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇഫ് യു ആർ കണ്ടിന്യൂയിങ് ഇൻ സിൻ, നിങ്ങൾക്ക് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയത്തില്ലെന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിബല്യസ് ആയിട്ട്, എനിക്ക് യേശു ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം എന്ന് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. അതൊരു പാപത്തിന്റെ വീഴ്ചയല്ല പറയുന്നത്. ഇറ്റ് ഡസന്റ് സ്പീക്ക് അബൌട്ട് എ fall, but it is intentional. It is an intentional act. അവന് പാപം മതി. He loves sin and he want to continue in sin. അങ്ങനെ പാപത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ അതല്ല നമ്മൾ മിക്കവരുടെയും അവസ്ഥ. മിക്കവരുടെയും അവസ്ഥ എന്താണ്? മെനി ടൈംസ് വി ഫെയിൽ ടു ഡു വാട്ട് വി വാണ്ട് ടു ഡു. ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കരച്ചിൽ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കരച്ചിൽ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു പരിധി വരെ ഈ കാര്യങ്ങൾ നിൽക്കത്തുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. ദർ ഈസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എനിക്ക് കടലിൽ 1 കിലോമീറ്റർ നീന്താൻ കഴിവുണ്ടെങ്കിൽ, ഇഫ് ഐ എം ഏബിൾ ടു സ്വിം ഫോർ 1 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ, 500 മീറ്റർ ക്രോസ് ചെയ്യുമ്പോൾ ആ പോയിന്റിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. പിന്നെയും എനിക്ക് ചിലപ്പോൾ നീന്താൻ പറ്റുമായിരിക്കും, പക്ഷേ തിരിച്ച് നീന്താൻ എന്റെ പക്കൽ എത്രയേ ബാക്കിയുള്ളൂ? 500 മീറ്ററിന്റെ കപ്പാസിറ്റിയെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം എനിക്ക് അങ്ങോട്ട് കരയിൽ നിന്ന് എത്രത്തോളം അകന്ന് നീന്താമെന്നല്ല, എത്ര പെട്ടെന്ന് മടങ്ങി വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ എത്ര പെട്ടെന്നോ എനിക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇത്രയും പാപം ചെയ്തിട്ടും എനിക്കൊന്നും പറ്റിയില്ലല്ലോ,
ഇപ്പോഴും ഞാൻ നീന്തുന്നുണ്ടല്ലോ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ഇപ്പൊ നീന്തുന്നത് ദൈവത്തിൽ നിന്ന് അകന്നകന്നാണ്. യു ഹാവ് ഓൾറെഡി ക്രോസ്ഡ് ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആൻഡ് യു ക്യാൻ നെവർ കം ബാക്ക്. അതാണ് വാസ്തവത്തിൽ എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ കണ്ടത്, അവരെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നത്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾ നീന്തുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ അവരെത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? മടങ്ങി വരണം. അവരുടെ പിന്മാറ്റത്തെ ഓർത്തുള്ള വലിയ കരച്ചിൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഞാൻ മറ്റൊരു ഫേസ് ആണ് ഈ കരച്ചിലിനെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാപത്തിൽ വീഴുന്നത് കൊണ്ടുള്ള കരച്ചിലല്ല. ഓഫ് കോഴ്സ് അത് നമുക്ക് ആവശ്യമുണ്ട്. സപ്പോസ് വി മേക്ക് എ മിസ്റ്റേക്ക് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്, certainly we need to cry and come back. Repentance is very much needed, not just for people outside, even for people who are inside the church. When they fall into sin, certainly they need to see that they are crying and repenting and coming back. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇവിടെ അനദർ ഫേസ് എന്ന് ഞാൻ പറയാൻ കാര്യം, വിശുദ്ധന്മാർക്കുള്ള ഒരു ഞരക്കത്തെ കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. പല സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വേദപുസ്തകത്തിന്റെ പല വാക്യങ്ങളും കോണ്ടെക്സ്റ്റ് അനുസരിച്ചല്ലാതെ പല ആളുകളും വായിച്ചിട്ടുണ്ടാക്കുന്ന അവരുടെ പ്രസംഗങ്ങളും അവരുടെ സ്വന്തം ഇഷ്ടം അവര് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്നതായ ചില പ്രസംഗങ്ങളുടെ തിരിച്ചു മറിച്ചിലാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ കാണുന്ന ഒരു വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇറ്റ് ഓൾസോ സെയ്സ് അബൌട്ട് സംതിങ് ലൈക്ക് ഒരു ഗ്രൗണ്ടിങ് ഇൻസൈഡ്, നമ്മൾ ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കേണ്ടതായ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ about their past sin, they have already repented and they came to the Lord. For their present sins, if that happens, it should not happen. അത് സംഭവിക്കാൻ പാടില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥൻ ദൈവത്തിന്റെ പക്കലുണ്ട്. അപ്പൊ ഒരു കാര്യസ്ഥൻ ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യാമെന്നല്ല പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാനല്ല എഴുതുന്നത്, പാപം ചെയ്യാതിരിക്കാനാണ്. അതുകൊണ്ട് ഒരിക്കലും പാപത്തിൽ വീഴുക എന്ന് പറയുന്ന ഒരു ഐഡിയൽ സ്റ്റേജ് അല്ലെന്ന് തന്നെയല്ല, അനുവദനീയമല്ലെന്ന് തന്നെയല്ല, ഒട്ടും അഭിലഷണീയവുമല്ല. എന്നാൽ യാഥാർത്ഥ്യം ചില സമയത്ത് നമ്മൾ പാപത്തിൽ വീണ് പോയാലോ ഒറ്റയടിക്ക് പിശാചു എന്ന് പറയുമായിരിക്കും, ഇനി നിനക്ക് രക്ഷയില്ല. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. യു മേഡ് എ മിസ്റ്റേക്ക് ആൻഡ് യു ആർ അവേ ഫ്രം ഗാഡ് ആൻഡ് യു കനോട്ട് കം ബാക്ക്. അങ്ങനല്ല. യു നീഡ് ടു ക്രൈ, യു നീഡ് ടു റിപ്പന്റ് ആൻഡ് യു ക്യാൻ കം ബാക്ക്. അതാണ് കർത്താവ് നൽകുന്നതായ വാഗ്ദത്തം. എന്നാൽ വിശ്വാസത്തിൽ ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള മറ്റൊരു ഞരക്കം, അനദർ ഫേസ്, അതാണ് പറഞ്ഞത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞതായ ഈ വേദഭാഗം. ചാപ്റ്റർ 8 വേഴ്സ് 23. And not only the creation but we ourselves who have the first fruits of the Spirit. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നമ്മൾ. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ഇതാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഫോർടേസ്റ്റ് ചെയ്യാനായിട്ട് കർത്താവ് നമുക്ക് ഇപ്പൊ തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ തന്നിരിക്കുന്നതൊന്നും അല്ല, ഇതിനപ്പുറത്ത് വലുതൊന്നും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അലുവായുടെ ഒരു കഷണം മുറിച്ചു തരുന്നത് പോലെ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സ്വർഗരാജ്യം എന്താണെന്നുള്ളത് നീ ഒന്ന് ടേസ്റ്റ് ചെയ്യാനേ നമുക്കിപ്പോ ഭൂമിയിൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുകയാണ്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു അവസ്ഥ ബാക്കിയുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത്, ബട്ട് വി ourselves who have the first fruits of the Spirit. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നമ്മൾ, അതായത് we are saved, we are redeemed and we enjoy the kingdom of heaven in our spirit. ആത്മാവിൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അനുഭവിക്കുന്നുണ്ട്. കാരണം നമ്മളെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വി ആർ ഓൾറെഡി ഇൻ ഹെവൻ. എവിടെ? ഇൻ സ്പിരിറ്റ്. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റൊരു സ്റ്റേജ് ബാക്കിയുണ്ട്. എന്താണ്? ഈവൻ അവർ ബോഡി, നമ്മുടെ ആത്മാവും ശരീരവും നമ്മുടെ മജ്ജയും മേധസ്സും അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസും നമ്മളുടെ എവറിത്തിങ് ദാറ്റ് ഈസ് വിതിൻ മീ ആൻഡ് ഐ മൈസെൽഫ് ആൻഡ് ഹോൾസം
മൊത്തമായിട്ട് അങ്ങനെ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ബാക്കിയുണ്ട്. ആ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യാണ്? ഒരു പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ്. വി ആർ സൺസ് നൗ. ഇപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇതിന്റെ ഒരു പൂർണ്ണത വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് അത് പൂർണ്ണമാണോന്ന്. യെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. എങ്ങനെ പെർഫെക്റ്റ്? ഒരു പൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബഡ് ആയിരിക്കുന്ന സ്റ്റേജിൽ ആ ബഡും പൂർണ്ണമാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആസ് എ ബഡ്. ബട്ട് സംതിങ് ഈസ് ദെയർ ടു സീ അഗെയിൻ. എന്താണ്? ആ ബഡ് എന്ത് ചെയ്യുന്നു? പതിയെ വിരിഞ്ഞു വരുന്നു. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. അപ്പൊ ഫ്ലവർ പൂർണ്ണമാണോ? അതെ. ബഡ് പൂർണ്ണമാണോ? യെസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്വർഗീയ അനുഭവം പൂർണ്ണമാണോ? യെസ്. പക്ഷേ പൂർണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇനിയും വളർച്ചയുണ്ടോ? യെസ്. അതിനി എന്തായിത്തീരും? ഇനി വളരാനില്ലാത്ത രീതിയിൽ അതിന്റെ എന്താണ്? ഇറ്റ് ഈസ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഇറ്റ് റീച്ചസ് ദ ഫൈനൽ സ്റ്റേജ് ആസ് എ ഫുൾ ഒരു ഫുൾ ബ്ലൂം, അല്ലെങ്കിൽ മൊത്തമായിട്ട് വിരിഞ്ഞ ഒരു പുഷ്പം പോലെ. അപ്പോഴാണ് നമ്മള് ദൈവരാജ്യം ആത്മാവിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും നമ്മൾ ആഘോഷമാക്കുന്ന പുത്രത്വത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി വെച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ, അതായത് നിത്യതയിൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഐ എൻജോയ് ജീസസ് ഹിയർ. ഇതിനകത്തൊന്നും എന്താ വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാൻ യേശുവിനെ അറിയുന്നത് കണ്ണാടിയിൽ കടമൊഴിയിൽ കാണുന്നത് പോലെയാണ്. ഒരു ഡിം മിററില് ഒരു ഇമേജ് കാണുന്നത് പോലെയുള്ളൂ. പക്ഷെ അപ്പോൾ ഞാൻ മുഖാമുഖമായി കാണും. ആ ഒരു സ്റ്റേജിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു വിശുദ്ധൻ അവന്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഗ്രോണിങ് ഇൻസൈഡ്. അതാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. ബട്ട് വി ourselves who have the first fruits of the spirit groan inwardly as we wait for adoption as sons, the redemption of our bodies. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ആസ്പെക്ട് ഞാൻ പറഞ്ഞു. ഇറ്റ് സേസ് അബൌട്ട് seeing our sins and crying. അതിന്റെ ആ ആസ്പെക്റ്റിന് ശേഷം ഒരു സെക്കൻഡ് ഫേസ് ആണ് ഞാൻ പറയുന്നത്. വാട്ട് ഇസ് ഇറ്റ്? പുത്രത്വത്തിന്റെ അടയാളമായ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഞരങ്ങുന്നു. അതൊരു കരച്ചിലാണ്. ആ ഒരു കരച്ചിലാണ് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു കൂടാത്തതായ കരച്ചിൽ. ഞാൻ പറഞ്ഞല്ലോ, ബിയാറ്റിറ്റ്യൂഡ്സില് എല്ലാത്തിനും വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മുഖമാണ് ആത്മാവിൽ ദാരിദ്ര്യത്തിന് 2 മുഖമുണ്ട്. ഒരാൾ ദൈവത്തെ രാജാവാക്കുന്നതിന് മുമ്പ് അവൻ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിച്ചാലേ അവൻ യേശുവിനെ രാജാവാക്കത്തുള്ളൂ. പക്ഷെ വീണ്ടും അവൻ യേശുവിനെ രാജാവാക്കിയാലേ യേശുവിന്റെ രാജത്വം, ദൈവത്തിന്റെ ഇഷ്ടം, രാജാവാണെങ്കിൽ രാജാവിന്റെ ഇഷ്ടമാണ് അവിടെ നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ഇഷ്ടം പൂർണ്ണമായി അവന് നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി വീണ്ടും അവൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ആത്മാവിലെ ദാരിദ്ര്യം വീണ്ടും അവൻ തുടർന്നാലേ പറ്റുകയുള്ളൂ, അവനത് സൂക്ഷിച്ചാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും നമ്മൾ ആത്മാവിൽ ദരിദ്രരായിരിക്കണം. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും നമ്മൾ ആത്മാവിലെ ദാരിദ്ര്യം സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതേപോലെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകണം. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എന്ത് ചെയ്യണം? പാപത്തിൽ നമ്മൾ വീഴുന്നുവെങ്കിൽ അതിനെ ഓർത്ത് കരയുവാനും അനുതപിക്കുവാനും മടങ്ങിപ്പോകുവാനും നമുക്ക് കഴിയണം. എന്നാൽ പാപത്തെ ഓർത്ത് മാത്രമല്ല കരച്ചിലുള്ളത്, മറ്റൊരു കാര്യം ഓർത്തോടെ നമ്മൾ കരയുന്നുണ്ട്. വി ആർ ഗ്രോണിങ് ഇൻസൈഡ്. എന്താണ്? വരാൻ പോകുന്ന പുത്രത്വമായ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിത്യതയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിൽ ഇന്ന് വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിത്യതയുടെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കർത്താവ് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ജീവിതത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം പറയുന്ന എന്താണ്? ഈ ഭൂമിയിൽ എങ്ങനെ ദൈവം നിങ്ങൾക്ക് ഭൂമിയെ നൽകുന്നു എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എത്ര പുഴുവിനെ നിങ്ങൾക്ക് 2011 കിട്ടുമെന്നാണ് എല്ലാവരും വന്ന് പറയുന്നത്, അല്ലാതെ എത്ര ഉയരത്തിൽ നിങ്ങൾക്ക് പറക്കാമെന്നല്ല.
വീണ്ടും നിങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളാക്കി തന്നെ നിർത്തുക എന്നുള്ളതാണ് ഇന്ന് പ്രവാചകന്മാരും ക്രൂസൈഡുകാരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഒരു യഥാർത്ഥ പ്രവാചകൻ എത്ര പുഴുക്കളെ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല, അതേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രസംഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് കേൾക്കാനാണല്ലോ ആള് കൂടുന്നത്. അല്ലാതെ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പായ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഞരക്കം എന്നൊക്കെ പറഞ്ഞ് ഞരക്കാൻ വരുന്നത്. ഇവിടെ വലിയ ആഘോഷവും ഉത്സവവും ഭൂമിയിലെ കാര്യം പറഞ്ഞുണ്ടാക്കുന്നതിനിടയ്ക്ക് എന്താ ആരാ ഇതിനൊക്കെ ഞരങ്ങാനും മോങ്ങാനും കരയാനും ഒക്കെ വരുന്നത് അല്ലേ? കാര്യം ലോകം അതുപോലെ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഐ വാസ് ഹിയറിംഗ് ഒരു TV മെസ്സേജ്. TVയെ ഞാൻ കുറ്റം പറയുമെന്നല്ല, TV മെസ്സേജസിനെയും ഐ അപ്പിയർ ഇൻ ദ TV എവറി വീക്ക്. അവൻ ടെലിവിഷനിൽ ഒരാൾ അപ്പിയർ ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ TV പ്രസംഗമെന്ന് ഞാൻ ഈ എടുത്തു പറയാൻ കാര്യം, ഇന്ന് ടെലിവിഷനിൽ ഓൾമോസ്റ്റ് ഓൾ മെസ്സേജസ് എന്തിനെ കുറിച്ചാണ്? നിങ്ങൾക്ക് പുഴുക്കളെ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ കൃത്യതയോടെ പറയുന്നത്.